കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 64-ലെ ഭൂപതിവ് ചട്ടം ഭേദഗതി എത്രയോ പ്രതീക്ഷയായിരുന്നു നമുക്ക്, പ്രത്യേകിച്ച് ഇടുക്കിക്കാർക്ക്. ഈ ഭേദഗതി വരുന്നതിലൂടെ നാം കഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഭൂമി വിഷയങ്ങളിൽ സങ്കീർണതകളിൽ അകപ്പെട്ടിരിക്കുന്നവർ തിരിച്ചു വരും എന്ന പ്രതീക്ഷയാണുള്ളത് ഉണ്ടായിരുന്നത്. ഏറെക്കാലം ഗവർണർ ഒപ്പിടാതെ അത് പിടിച്ചു വെച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ അത് ഒപ്പിട്ടപ്പോൾ ജനങ്ങൾക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും വരുന്നു എന്ന് കേൾക്കുന്നതല്ലാതെ ജനത്തിന് പ്രയോജനകരമായി ഭവിക്കുന്നു എന്നറിയുന്നില്ല. എന്തായിരിക്കും ഇതിൽ സംഭവിക്കുന്നത്? അതിജീവന പോരാട്ട വേദിയിലെ ആളുകളുമായി നമുക്ക് സംസാരിക്കാം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ഡയസ് പുലൻ. അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ അതിജീവന പോരാട്ട വേദിയുടെ കൺവീനറുമാണ്. സ്വാഗതം സാർ. സർ, നമ്മുടെ ഭൂവിഷയങ്ങൾ നാൾക്ക് നാൾ വഷളാവുന്ന ഒരു വല്ലാത്ത ദശാസന്ധിയിലൂടെയാണ് ഇടുക്കി ജില്ല കടന്നു പോകുന്നത്. ഇടുക്കിയിലെ പ്രശ്നങ്ങളാണ് ഏറ്റവും രൂക്ഷമാകുന്നത്, കലശലാകുന്നത്. ആളുകൾ ദിവസം ചെല്ലും തോറും സംശയാലുക്കളായി മാറുന്നു, ദുസ്സഹമായ ഭൂനിയമങ്ങളിൽ പെട്ടുഴലുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വലിയ ആശ്വാസമായി കഴിഞ്ഞ മെയ് മാസത്തിൽ ഗവർണർ നമ്മുടെ ഭൂപതിവ് ഭേദഗതിക്ക് ഒപ്പിട്ടത്. ഏറെക്കാലം അദ്ദേഹം പൊഴിച്ചു വെച്ചു എന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായെങ്കിൽ പോലും അവസാനം അദ്ദേഹം ഒപ്പിടുകയുണ്ടായി. വലിയ ആശ്വാസത്തോടെയാണ് നമ്മളത് കേട്ടത്, ഇടുക്കിയിലെ ജനതയും അതിനെ വരവേറ്റത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ ആ ഭേദഗതി മുന്നോട്ട് പോകുന്നില്ല, തടസ്സം നിൽക്കുന്നു. നിങ്ങൾ ആ വേദിയിലെ, പ്രത്യേകിച്ച് അതിജീവന പോരാട്ട വേദിയിലെ ആളുകളാണ്. ഒപ്പം തന്നെ വ്യാപാരി വ്യവസായി അതിനോട് ചേർന്ന് നിന്ന് പോരാടുന്ന സംഘടനയാണ്. ഇടുക്കിയിലെ ഇപ്പോൾ ഈ ഭൂപതിവ് ചട്ടത്തിൻ്റെ അവസ്ഥ എന്താണ്? ഞങ്ങൾ ഈ വിഷയത്തിൽ ആദ്യമായി തന്നെ പ്രതികരിച്ചത് ഈ ഭൂപതിവ് ചട്ടം, ഭൂപതിവ് നിയമ ഭേദഗതി തന്നെ ഒരു അപര്യാപ്തമായ കാര്യമാണ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഭൂപതിവ് ചട്ടത്തിൽ 1964 ചട്ടത്തിൽ ഒരു സെക്രട്ടറിക്ക് കൊണ്ടുവരാവുന്ന ഭേദഗതി ഒരു നിയമ ഭേദഗതിയിലേക്ക് വളർത്തിക്കൊണ്ടു പോയത് തന്നെ ദുരുദ്ദേശമാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. അത് ഞങ്ങൾ കട്ടപ്പനയിൽ ഒരു വലിയ യോഗം വിളിച്ചു ചേർത്ത് വിശദീകരിക്കുകയും അതിനുശേഷം ആ യോഗത്തിൻ്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ കേരള സംസ്ഥാനത്തെ ഏതാണ്ട് 100ഓളം MLA-മാരെ നേരിട്ട് കണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നിയമസഭയിൽ ഈ നിയമം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഐക്യകണ്ഠേന ആ നിയമം പാസ്സാക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഇപ്പോഴും കഴിഞ്ഞ മെയ് മാസത്തിൽ നിയമസഭ പാസ്സാക്കി. അതിനുശേഷം ഗവർണർ അത് ഒപ്പിടാൻ താമസിച്ചു. പിന്നീട് ഗവർണർ ഒപ്പിട്ടതിന് ശേഷം ഏതാണ്ട് 6 മാസമായാണ്. ചട്ടങ്ങൾ ഇതുവരെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അടുത്ത കാലത്ത് അതിനെ ചട്ടങ്ങൾ രൂപീകരിച്ചതായി ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ചട്ടങ്ങൾ രൂപീകരിച്ച് AG അത് നിയമവകുപ്പിന് കൊടുത്തതായിട്ട് ഇന്ന് മലയാള മനോരമ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും ഇടുക്കി ജില്ലയുൾപ്പെടെ കേരള സംസ്ഥാനത്താകെ ബാധിക്കാൻ പോവുകയാണ് ഈ ഭൂനിയമ ചട്ട ഭേദഗതി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അതിൽ നിന്ന് ഇടുക്കി ജില്ലയെ മാറ്റി നിർത്താൻ പോകുന്നു എന്ന ഒരു ആക്ഷേപമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എവിടെയൊക്കെയോ. അത് നിങ്ങളുടെ അന്വേഷണം വല്ല വാസ്തവമുണ്ടോ? ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് എങ്ങനെ സ്റ്റാൻഡ് ചെയ്യും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എല്ലാ ആളുകൾക്കും തുല്യത പറയുന്ന ഭരണഘടന നമുക്കുണ്ട്. ആ ഭരണഘടനയെ പുറത്തു നിർത്തിക്കൊണ്ട് ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായി സംസ്ഥാന സർക്കാരിന് ഒരു നിയമമോ ചട്ടമോ ഉണ്ടാക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് വലിയ വ്യവഹാരങ്ങളിലേക്കും കോടതി നടപടികളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അത്തരം മണ്ടത്തരമാണ് ഈ ജനാധിപത്യ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് എങ്കിൽ
വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇടുക്കിയിലെ ജനങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എനിക്ക് ഇത് പറയാനുള്ളത്. റവന്യൂവിന്റെ തലപ്പത്ത് വലിയ IAS നിയമവിദഗ്ധരായ ആളുകൾ, ഒപ്പം തന്നെ ഭരണകർത്താക്കൾ, അവരൊക്കെ കൂടി പലവട്ടം ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കുമ്പോൾ ഇത്തരം വലിയൊരു മണ്ടത്തരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ചട്ടഭേദഗതി വളരെ മണ്ടത്തരമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതാണ്ട് 13ഓളം നിയമങ്ങളിൽ ഏതെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഭൂപതിവ് ചട്ടത്തിൽ ഉണ്ടാകുന്ന ഭേദഗതി കൊണ്ട് ഈ വിഷയം പരിഹരിക്കുമെന്ന് പറഞ്ഞത് കൂടുതൽ ഗുരുതരമാക്കാനേ ഉപകരിക്കുകയുള്ളൂ. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം. ഇപ്പോൾ ഗവൺമെൻറ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചട്ടത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മൾക്ക് ഈ നിയമത്തിൽ എന്തെങ്കിലും അപാകത നമ്മൾ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്കുണ്ട് എങ്കിൽ അത് റെഗുലറൈസ് ചെയ്യാനായിട്ട് അധികാരം കളക്ടർക്ക് കൊടുക്കുകയും ഏതാണ്ട് 13ഓളം നിയമങ്ങൾ, അതായത് ബിൽഡിംഗ് റൂൾ വയലേഷൻ, 1986 എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ വയലേഷൻ, നെൽവേൽ തണ്ണീർത്തട ഭേദഗതി നിയമത്തിൻ്റെ വയലേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ വയലേഷൻ, അതുപോലെ വനം വകുപ്പിൻ്റെ 1980 വനനിയമത്തിൻ്റെ എന്തെങ്കിലും വയലേഷൻ, ഇത് കൂടാതെ ഈ പറയുന്ന വയലേഷൻസ് കൂടാതെ ഭൂനിയമവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വയലേഷൻ ഉണ്ടെങ്കിൽ ഈ റെഗുലറൈസേഷൻ ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെ ഒരു വയലേഷൻ ഇല്ലാതെ ഒരു കെട്ടിട നിർമ്മാണം എവിടെയെങ്കിലും നടന്നുണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മണ്ടത്തരം എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാര്യം എന്നാണെന്നറിയാമോ? 2007 വെളുക്കാൻ തേച്ചത് ഉറപ്പായിട്ടും അത് എന്താണ് ഇവർ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം 2007 ഇടുക്കി ജില്ലയിൽ പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ ആപ്ലിക്കബിൾ ആയത്. അതിനുശേഷം ഏതാണ്ട് 2010 എല്ലാ പഞ്ചായത്തുകളും അത് നടപ്പിലാക്കി തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ നമ്മൾ കെട്ടിടം പണിതത് എങ്ങനെയാണ്? നമ്മളുടെ അവകാശപ്പെട്ട ഭൂമിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കും, പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കും, അതിന് നമ്പർ ഇട്ട് തരും പഞ്ചായത്തിൽ. ഏതായാലും 2007 ശേഷമല്ലോ ഇടുക്കി ജില്ലയിൽ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പുള്ള കെട്ടിടങ്ങളിൽ ഇതുപോലെ നോട്ടീസ് കൊടുത്ത് കളക്ടർക്ക് റെഗുലറൈസേഷന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആ നിയമത്തിൽ ബിൽഡിംഗ് റൂൾ ആക്ടിൽ ഇപ്പോഴുള്ള നിയമങ്ങളുമായിട്ട് നിലനിൽക്കും? ഒരാൾക്ക് പോലും അത് നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ ഭേദഗതി കൂടുതൽ പ്രശ്ന സങ്കീർണമാക്കുകയാണെന്ന് ആണ് അർത്ഥം, അല്ലേ? യഥാർത്ഥത്തിൽ ഭേദഗതിക്ക് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ കൂടുതൽ ജനങ്ങൾക്ക് എളുപ്പമായിരുന്നുവെന്നും ഇപ്പോൾ കൂടുതൽ സങ്കീർണമായി മാറുന്നുവെന്നുമാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഈ ഇടുക്കി ജില്ലയിൽ ഈ പറഞ്ഞ ചട്ടഭേദഗതിയാണെങ്കിൽ ഒരു കെട്ടിടം പോലും റെഗുലറൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അത്തരത്തിലേക്ക് അത്രമാത്രം സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന തരത്തിലേക്ക് മാറില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ചട്ടഭേദഗതി ഇപ്പോൾ നിയമമായി മാറുന്നു എന്നാണോ അറിയാൻ കഴിഞ്ഞത്? ആയിരക്കണക്കിന് കെട്ടിടങ്ങളും അതുപോലെ വീടുകളും കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളും പല ടൗൺഷിപ്പുകളും ഇന്നും പട്ടയമില്ലാത്ത ഭൂമിയിലാണ് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഓരോ തീരുമാനവും ഈ ഭേദഗതിയിലും പറയുന്നില്ല. അതുപോലെ തന്നെ എഴുതി വച്ചിരിക്കുന്ന ചട്ടഭേദഗതിയിൽ 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് റെഗുലറൈസ് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കുന്നില്ല. പൊതു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ഫീസ് ഈടാക്കുന്നില്ല. 1500 സ്ക്വയർ ഫീറ്റ് മുതൽ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾക്ക് 1%, അതായത് ഫെയർ വാല്യൂവിൻ്റെ 1%, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് 1500 സ്ക്വയർ ഫീറ്റ് വരെ 2% ഫെയർ വാല്യൂവിൻ്റെ, 1500 മുതൽ 3000 വരെ 5%, 3000 മുതൽ 5000 വരെ 10%, 5000 മുതൽ 10000 വരെ 20%. ഇങ്ങനെയാണ് ധാരണ ഉണ്ടാക്കി. 10000-ന് മുകളിലുള്ള ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് റെഗുലറൈസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഈ ചട്ടത്തിൽ പറയുന്നേയില്ല. അങ്ങനെ തീർത്തും അപര്യാപ്തമായ ഒരു ചട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ചട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഈ ക്രമവൽക്കരിച്ചു കൊടുക്കുമെന്ന് വളരെ ലളിതമായി ആദ്യം പറഞ്ഞത് നടക്കില്ലെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് എന്നാണ് ഇപ്പോൾ കേട്ടതും ഞങ്ങളുടെ അറിവിൽപ്പെട്ടതുമായ കാര്യം. ഇപ്പോൾ നിലവിലെ ഈ പട്ടയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം 1964 റൂൾ അനുസരിച്ച് പട്ടയം കൊടുക്കുന്ന നടപടി കേരള ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. അതുപോലെ 93 റൂൾ അനുസരിച്ച് പട്ടയം കൊടുക്കുന്നത് CHR മേഖലയിലും ഉടുമ്പൻചോല താലൂക്കിലെല്ലാം 93 റൂൾ അനുസരിച്ചാണ് കൂടുതൽ പട്ടയം കൊടുത്തിട്ടുള്ളത്. അതും ഇപ്പോൾ സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ അതും തടഞ്ഞിരിക്കുകയാണ്.
ഈ എന്താണ് CHR-ലെ ഇപ്പോൾ വളരെ രൂക്ഷമായിരിക്കുന്ന പ്രശ്നങ്ങൾ? CHR-ൽ ഈ വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഘടന 2,15,720 ഏക്കർ ഭൂമി CHR ആണെന്നും അത് റിസർവ് ഫോറസ്റ്റ് ആണെന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കേസ് നൽകിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഹൈക്കോടതിയിൽ വലിയ വാദങ്ങൾ നടക്കുകയും ഇപ്പം ഇടുക്കിയിലുള്ള പല കാടമം കൃഷി ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾ അതിൽ കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട്. 95-ൽ രാമവർമ്മ തിരുമൽപ്പാട് നൽകിയ ഒരു പൊതു താൽപ്പര്യ ഹർജിയെ തുടർന്ന് അതിൽ ഇത്തരം തെറ്റായ ഒരു ഇങ്ങനെ ഒരു റിസർവ് ഫോറസ്റ്റ് യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചതായി ഒരു രേഖകളിലുമില്ല. ഈ 2,15,720 ഏക്കർ സ്ഥലം റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ച ഒരു വിജ്ഞാപനവും ഇന്നും ആരുടെയും കയ്യിലില്ല. അങ്ങനെ ഒരു വിജ്ഞാപനവുമില്ല. 15,720 ഏക്കർ സ്ഥലം റിസർവ് ഫോറസ്റ്റായി ഈ ബൗണ്ടറിക്കുള്ളിൽ ഉണ്ട് എന്നൊരു വിജ്ഞാപനമുണ്ട്. അതും വ്യക്തമായി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അത് പെരിയാറിന്റെ മുദ്രപ്പുഴയാറിന്റെ കിഴക്ക് ഭാഗത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. അതിന് അതിര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇവര് ഈ പരിസ്ഥിതി സംഘടന പറയുന്നത് 2,15,720 ഏക്കർ സ്ഥലം റിസർവ് ഫോറസ്റ്റ് ആണെന്നാണ്. ആ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചു വന്നാൽ ഇവിടെയുള്ള ഈ പറഞ്ഞ 3 താലൂക്കിലെ ആളുകൾ മുഴുവൻ റിസർവ് ഫോറസ്റ്റിന്റെ അകത്താവും. ഗവൺമെന്റ് പല പ്രാവശ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അഫിഡവിറ്റ് കൊടുത്തു, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഫിഡവിറ്റ് കൊടുത്തു. ഇതെല്ലാം പലതരത്തിൽ കൊടുത്തപ്പോൾ ഏതായാലും സുപ്രീം കോടതി പറഞ്ഞു കേരള ഗവൺമെന്റിന്റെ ഒറ്റ അഭിപ്രായം മതി, അത് ചീഫ് സെക്രട്ടറി കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും ചീഫ് സെക്രട്ടറി ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റ് കുറെ ഇവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. എന്നിരുന്നാലും കോടതിയിൽ ഈ വിഷയം വാദത്തിന് വരുമ്പോൾ കേരള ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റും അതുപോലെ വനം വകുപ്പിന്റെ നിലപാടും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് എതിരാണ്. ഈ വനം വകുപ്പ് വളരെ കാലങ്ങളായി ജനഹിതത്തിനെതിരായാണ് നിൽക്കുന്നത്. പൊതുവെ ജനരോക്ഷമുണ്ട് അവർക്കെതിരെ. എല്ലാ സംഘടനകളും തന്നെ വനം വകുപ്പിനെതിരെ തിരിയുന്നുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പോലും, അതെല്ലാം തിരിച്ചറിയുമ്പോൾ പോലും അവർ എടുക്കുന്ന നടപടികൾ പലപ്പോഴും ജനദ്രോഹകരമാണ്. ഇപ്പോൾ സീപ്ലെയിൻ്റെ കാര്യം ഒന്ന് എടുക്കൂ. മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ വന്ന് ഇറങ്ങുമ്പോൾ അതിനെ ആദ്യം എതിർത്തത് വനം വകുപ്പാണ്, വന്യമൃഗങ്ങളുടെ പേര് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും. അതുപോലെ നമ്മളുടെ ആനയിറങ്ങൽ ഡാമിൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ആ ബോട്ടിങ് വന്യമൃഗങ്ങൾക്ക് ശല്യമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ബോട്ടിംഗ് കോടതി അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ വിദഗ്ധ സമിതിയെ കോടതി നിയമിക്കുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയമിക്കുന്നതും അവിടെ വന്യമൃഗങ്ങൾക്ക് ശല്യമായി ബോട്ടിംഗ് നടക്കുന്നുവെന്നും അതിൻ്റെ ശബ്ദം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയത് ഏപ്രിലിൽ ഇല്ലേ? അവിടെ ബോട്ടിംഗ് നിരോധിക്കുന്നത് 2-3 മാസം കഴിഞ്ഞിട്ട് ജൂലൈയിൽ. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ നിൽക്കും. ഇപ്പോഴും അവിടെ ബോട്ടിംഗ് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. അതും നമ്മുടെ മൂന്നാർ ഭാഗത്തെയും ചിന്നക്കല സൂര്യനെല്ലി ഭാഗത്തെയും ടൂറിസത്തെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ആകെ ടൂറിസത്തെ അത് ബാധിച്ചിട്ടുണ്ട്. അവിടെ പല തരത്തിലുള്ള ബോട്ടുകളുണ്ടല്ലോ, പല തരത്തിലുള്ള ബോട്ടിംഗ് സർവീസുകൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ ആയിരക്കണക്കിന് അവിടെ എത്തുന്നുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ദിനം പ്രതി അവിടെ നഷ്ടം ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ ദിനം പ്രതി സംഭവിക്കുമ്പോഴും ഇങ്ങനെയുള്ള ടൂറിസം തന്നെ നശിക്കുന്നതിന് ഒരുപക്ഷെ ലോക വിനോദസഞ്ചാര കേന്ദ്രമായി അടയാളപ്പെടുത്തിയിട്ടുള്ള മൂന്നാറിനെ ഇങ്ങനെ തകർക്കണമെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബോധപൂർവം ശ്രമിക്കുന്നത് പോലെ തോന്നലുണ്ടോ ജനങ്ങൾക്ക്? ഉറപ്പായിട്ടും. ഞാൻ പറയാം, നമ്മളൊരു കാര്യത്തിൽ അതിന് ഒരു ഉദാഹരണം തന്നെ പറയാം. നമ്മളുടെ ഓർമ്മയിൽ തേക്കടിയിൽ ബോട്ടിംഗ് സവാരി ഉണ്ട്. എത്ര വർഷമായിട്ടുണ്ടാവും? എത്രയോ വർഷമായിട്ടുണ്ട്. ഈ തേക്കടിയിലെ ബോട്ടിംഗ് സവാരി ഇത്രയും വർഷമായിട്ട് നടക്കുന്നു. തേക്കടി എന്ന് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവിന് ഉള്ളിലാണ്. അവിടെ വനം വകുപ്പ് വലിയ ബോട്ടുകൾ ഉപയോഗിച്ച് ബോട്ട് സർവീസ് നടത്തുന്നു. വലിയ ബോട്ടപകടമൊക്കെ ഉണ്ടായത് അവിടെയാണ്. അതെ, വനം വകുപ്പിന് കാശുണ്ടാക്കുവാൻ അവിടെ ബോട്ട് സർവീസ് കുഴപ്പമില്ല. ശബ്ദരഹിതമായ ബോട്ട് വേണമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടല്ലോ ഇവിടെ. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച കുമളിയിലെ അല്ലെങ്കിൽ നമ്മുടെ തേക്കടിയിലെ ഏത് ബോട്ടാണ് ശബ്ദരഹിതമായി പോകുന്നത്? ഒരു ബോട്ടും നമ്മളൊക്കെ അങ്ങും ഞാനും ഒക്കെ അവിടെ പലവട്ടം സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ സഞ്ചരിക്കുമ്പോഴൊക്കെ
ഈ തീരപ്രദേശങ്ങളിൽ, ഡാമിന്റെ തീരപ്രദേശങ്ങളിൽ നൂറുകണക്കിന് ആനകളും കാട്ടുപോത്തുകളും കാട്ടുപന്നികളും നിൽക്കുന്നത് കാണാലോ. ഏതായാലും ആനയിറങ്ങലിനേക്കാളും വലിയ സെക്യൂരിറ്റി വേണ്ട ഒരു സ്ഥലമാണല്ലോ തീർച്ചയായിട്ടും എല്ലാവിധ മൃഗങ്ങളും ഉള്ള സ്ഥലം ടൈഗർ റിസർവ് ആണ്. ടൈഗർ റിസർവ് ആണ്. ആ ടൈഗർ റിസർവിന്റെ ഉള്ളിൽ വനം വകുപ്പ് കാശുണ്ടാക്കാൻ വേണ്ടി ബോട്ടിംഗ് നടത്തുന്നു. ഇവിടെ KSEBിയുടെ കൈവശത്തിലുള്ള ഡാമിൽ ബോട്ടിംഗ് നടത്തിയത് ഇവിടെ അതിന്റെ 10-1 മൃഗങ്ങളില്ല ഈ ആനയിറങ്ങൽ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ. അപ്പോൾ ഇത് പക്ഷെ KC ബോർഡ് അവിടെ മറ്റെന്തോ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ടല്ലോ, ആളുകളുടെ ഇന്ന് പൈസ വാങ്ങിച്ച പാസ് മൂലം ആനയിറങ്ങലിലേക്ക് ആളുകളെ കടത്തിവിടുന്ന ഒരു സംരംഭം. അത് ഡാമിലേക്ക് ഡാം കാണാൻ. അവിടെ വ്യൂ പോയിന്റിൽ പോകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഈ ഇപ്പൊ KC ബോർഡ് അവകാശപ്പെടുന്നത് ഡാമിന്റെ 10% പോലും ബോട്ടിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ്. എന്നിട്ടും എന്താണ് ഈ വനം വകുപ്പ് ഇങ്ങനെ? വനം വകുപ്പിന്റെ വേണ്ടി വനം വകുപ്പ് വിവിധ പരിസ്ഥിതി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലും അതുപോലെ ഹൈക്കോടതിയിലും നിരവധി കേസുകൾ കൊടുക്കുകയാണ്. വനം വകുപ്പാണ് അതിൻ്റെ പിന്നിൽ. ഇപ്പോൾ നമുക്ക് വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ പാർലമെന്റ് രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി നമ്മളുടെ ഈ 2004 1980 വന നിയമത്തിൽ സമഗ്രമായ ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതിയിൽ പറഞ്ഞത് 1996 ഡിസംബർ 12 മുമ്പ് ഏതെങ്കിലും ഭൂമി, വനഭൂമി ഉൾപ്പെടെ ആരുടെയെങ്കിലും കൈവശത്തിലായിരുന്നുവെങ്കിൽ അത് അവകാശം സ്ഥാപിച്ചു കൊടുക്കണമെന്നുള്ള ആ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുക. പാർലമെന്റ് പാസ്സാക്കി, രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി ഇന്ത്യ രാജ്യത്ത് നടപ്പിലായ ഒരു നിയമം. ആ നിയമത്തിനെതിരെ റിട്ടയർ ചെയ്ത 10 DFOമാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ നിയമത്തിനെതിരെ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് ഫയൽ. അത് പലതും കേരളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത DFO ആണ്. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് സുപ്രീം കോടതി നടപ്പാക്കുകയല്ലാതെ സുപ്രീം കോടതിക്ക് അതിൽ ഇടപെടാൻ കഴിയുമോ? ഭരണഘടനാ വിരുദ്ധതയുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് പാസ്സാക്കിയാലും ആ നിയമം നിലനിൽക്കില്ല. സുപ്രീം കോടതി ഹൈക്കോടതികൾക്കും എല്ലാം ഇടപെടാം. നമ്മുടെ അടിസ്ഥാന രേഖ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭരണഘടനയാണ്. നിയമനിർമ്മാണ സഭയാണല്ലോ. അതെ, എത്രയോ വട്ടം ചർച്ച ചെയ്ത് കൂലങ്കഷമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടാണ് പാർലമെന്റിന്റെ ഇരു സഭകൾ അംഗീകരിച്ച് അത് പുറത്തേക്ക് നിയമമാകുന്നത് അല്ലേ? അതെ. അതിനെയാണ് റിട്ടയർഡായ DFOമാര് 10 DFOമാര് IFS ഉദ്യോഗസ്ഥരാണ് അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ഈ വരണ്യവർ അതില്ലാത്ത നമ്മളുടെ ദേവികുളത്ത് നിന്ന് റിട്ടയർ ചെയ്ത പ്രകൃതി ശ്രീവാസ എന്ന് പറഞ്ഞ DFOയും ഉണ്ട്. ആ കൂട്ടത്തിൽ ഹർജിക്കാരിൽ ഒരാൾ പങ്കേറുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഈ വരണ്യവർഗത്തിന്റെ ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപരിവർഗ ജീവികളോ ഒക്കെ ആയതുകൊണ്ട് സാധാരണക്കാരന്റെ വിഷമം അറിയില്ലല്ലോ. സാധാരണക്കാരൻ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്നും ഈ വനത്തിനിടയിലും അല്ലെങ്കിൽ മലഞ്ചെരുവിൽ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടാൻ പെടാപ്പാടുപെടുന്നതെന്ന് പലപ്പോഴും ഇവരൊന്നും ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ടല്ലോ, സുഖലോലുപരായ ആളുകൾ, പലപ്പോഴും അതൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാരണം. ഇപ്പോൾ ഈ സീപ്ലെയിൻ തന്നെ വരുന്നു. ഈ മാട്ടുപ്പെട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഓപ്പണിംഗ് ആണ് അത് അല്ലേ? വലിയ ഓപ്പണിംഗ്. നമ്മൾ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം അതെ, കേവലം 15-20 മിനിറ്റ് കൊണ്ട് അത് കൊച്ചിയിൽ നിന്ന് ഇവിടെ മൂന്നാറിലെത്തുന്നു, തിരിച്ചാളുകൾക്ക് പോകുന്നു. കുറെ ആളുകൾ അത് ഉപയോഗപ്പെടുത്തും. ആദ്യമേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആളുകൾ പറയും അതൊക്കെ സമ്പന്നന് വേണ്ടിയിട്ടല്ലേ, പൈസ ഉള്ളവന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോലും അവൻ്റെ സമയത്തിന് വിലയുള്ളവൻ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തും. തന്നെയല്ല, ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട്. ഇപ്പം സാധാരണക്കാരൊക്കെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. അപ്പോൾ എന്നിട്ടും വനം വകുപ്പ് അതിന് പരിസ്ഥിതിവാദികൾ ഇന്ന് എതിർത്തിട്ടുണ്ടല്ലോ. അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതായാലും ഈ വനം വകുപ്പിന് അനുകൂലമായിട്ടാണ്. അതെ, അത് എനിക്ക് തോന്നുന്നു MN ജയേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പത്രവാർത്തകൾ കണ്ടു. ഇതെല്ലാം വനം വകുപ്പാണ് ഇതിന് എതിരെ കേസ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വനം വകുപ്പിന്റെ ബിനാമികളാണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ നേര്യമംഗലം വാളറ റോഡിന്റെ പ്രശ്നങ്ങളും അത് തന്നെയാണല്ലോ ഇല്ലേ? വനംവകുപ്പ് അതിൻ്റെ അകത്തും നമ്മളുടെ MN ജയേന്ദ്രൻ കൊടുത്ത കേസിൽ കേരള ഹൈക്കോടതിയിൽ ഹാജരായത് വനം വകുപ്പിന് വേണ്ടി മുൻപ് പ്ലീഡറായിരുന്ന ആളാണ് MN ജയേന്ദ്രന് വേണ്ടി ഹാജരായിട്ടുള്ളത്. അതെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഈ ഭൂപതിവ് ചട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 64 ചട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കാത്തിരിപ്പിൽ വിഫലമായി എന്നാണോ അപ്പോൾ ഇന്ന് നമ്മൾ അറിയേണ്ടത്? ഈ ചട്ടം ഞങ്ങൾ അറിഞ്ഞ രീതിയിൽ ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന വാർത്ത പോലെയാണ് ഈ ചട്ടം വരുന്നത് എങ്കിൽ തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ഇവിടുത്തെ ജനങ്ങളെ അപ്പാടെ ഇവിടുന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചട്ടം ഉണ്ടാക്കിയെന്ന് വേണം പറയാം. ഒരു ജില്ലയെ അല്ലെങ്കിൽ ഒരു ജില്ലയിലെ അധിവസിക്കുന്ന ജനങ്ങളെ ഇപ്പം തന്നെ ചില കഠിനമായ നിയമങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ജനങ്ങളാകെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്.
പക്ഷേ ഇത് ഇങ്ങനെ ക്രമേണ അല്പാൽപമായി ജനങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു നയത്തിൽ അത് പക്ഷെ ഒരു ജില്ലയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഭരണകൂടങ്ങൾക്ക് മുന്നോട്ട് പോകാനാവുമോ? ഭരണകൂടങ്ങൾക്ക് വേണ്ടത്ര കാഴ്ചപ്പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ റെഗുലറൈസേഷൻ വേറൊരു നിയമം പറയുന്നുണ്ട്. നമ്മളുടെ ലാൻഡ് റിഫോംസ് ആക്ട്, ഭൂപരിഷ്കരണ നിയമത്തിൽ ഉള്ള എന്തെങ്കിലും ലംഘനം ഉണ്ടെങ്കിൽ അതും റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളുടെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വെക്കാൻ പറ്റില്ല എന്നും ഒരു കുടുംബത്തിന് 30 ഏക്കറിൽ പറ്റില്ല എന്നും ഒക്കെ ഉള്ള നിയമങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും അന്ന് ഭൂമി കൂടുതലുണ്ടായിരുന്ന ആളുകൾ സാധാരണ കൃഷിഭൂമി പോലും തോട്ടം എന്ന ആ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി തോട്ടം എന്ന കാറ്റഗറിയിലേക്ക് മാറ്റിയിരുന്നു. ആ തോട്ടം എന്ന കാറ്റഗറിയിലേക്ക് മാറ്റിയ ഭൂമി പിന്നീട് അന്ന് ചിലപ്പം ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടാവും, അല്ലെങ്കിൽ 10 മക്കളുണ്ടാവും. ഇവർക്കെല്ലാം വീതം വെച്ച് കൊടുത്തു. 15 ഏക്കർ ഉണ്ടായിരുന്ന ഒരു ഭൂമി, അല്ലെങ്കിൽ അന്ന് 15 ഏക്കറിൽ കൂടുതലുണ്ടായിരുന്ന ഒരു ഭൂമി, 15 ഏക്കർ 15 ഏക്കർ വരെ സീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് തോട്ടത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ 20 ഏക്കറുണ്ട്, 10 മക്കളും ഉണ്ടെങ്കിൽ 2 ഏക്കർ വെച്ച് കൊടുത്തു. 1963 നിയമമാണ്. അതിനുശേഷം കാലം എത്രയോ ഒഴുകി. ഈ 2 ഏക്കർ കിട്ടിയ അന്ന് അവൻ ചിലപ്പോൾ അവരുടെ മക്കളോ ഇത് 10 സെൻറ്റോ 5 സെൻറ്റോ ഒക്കെ ആയിട്ട് വിറ്റ് പോയിട്ടുണ്ടാവും. ഇന്ന് ചിലപ്പോൾ അതിൻ്റെ അകത്ത് 10 സെൻറ്റിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു വീടാവാം. തോട്ടം മുറിച്ച് വിറ്റ നിയമം അന്നും ഇന്നും ലംഘിക്കപ്പെട്ടിരിക്കുക. എങ്ങനെ ലോജിക്കാവും? കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഇത് ആധാരം ചെയ്തു കൊടുത്തു. അതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ കീഴിൽ വന്നു. അത് കഴിഞ്ഞ് റീസർവേ ചെയ്ത് കരമടപ്പിച്ചു. അപ്പോൾ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിൻ്റെ കീഴിൽ വന്നു. ഇത്തരം നിയമങ്ങളുടെ എല്ലാ ഫീസുകൾ ഗവൺമെൻറ് ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഈ നിയമാനുസൃതം സർക്കാർ പട്ടയം കൊടുക്കുന്ന ഭൂമി പോലും ഇപ്പോൾ വല്ലാതെ പ്രതിസന്ധിയിലാവുന്ന കാഴ്ചയാണല്ലോ മുനമ്പം പോലുള്ള വിഷയങ്ങൾ, ഇല്ലേ? അത് അങ്ങനെയുള്ള ഒരു വിഷയം അങ്ങനെ നിൽക്കുന്നു. ഒരു ഭാഗത്ത് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലെന്ന ഘട്ടത്തിലേക്ക് ആളുകൾ മാറുകയാണ്. കാരണം നിയമാനുസൃതം കരമടച്ചുകൊണ്ടിരുന്ന ഭൂമി പോലും ഒരു സുപ്രഭാതത്തിൽ കര അടയ്ക്കാൻ പറ്റാതെ ദുസ്സഹമായ അവസ്ഥയിലേക്ക് ജനങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ ഇങ്ങനെ വന്ന് അത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണോ നമ്മുടെ ഇടുക്കിയിലെ ജനാധിപത്യം? നമ്മുടെ ജനാധിപത്യം തന്നെ ഒരു പ്രതിസന്ധിയിലാണ്. കാരണം നമ്മൾ നിയമസഭാ നടപടികൾ ഇപ്പോൾ നമ്മൾ നിയമസഭാ ടി വിയിൽ കാണുന്നുണ്ട്. ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം നിയമ ഭേദഗതിയെക്കുറിച്ച് എത്ര ചർച്ച നിയമസഭയിൽ നടക്കുന്നുണ്ട്? രാഷ്ട്രീയ കോമാളിത്തരങ്ങളും വാഗ്വാദങ്ങളുമാണ് നിയമസഭയിൽ നടക്കുന്നത്. ഈ 140 MLA-മാരെ നമ്മൾ പൊതുജനങ്ങൾ തെരഞ്ഞുവിട്ടിരിക്കുന്നത് അതിനാണോ? നിയമസഭയിൽ വാഗ്വാദങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടും അവരുടെ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നതിനും വേണ്ടിയിട്ടല്ല. അതിന് പൊതുവേദികൾ സംഘടിപ്പിക്കണം. താൽക്കാലികമായ രാഷ്ട്രീയ വിജയങ്ങളല്ല നമുക്ക് ആവശ്യം. ജനങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ കല്ലാർകുട്ടിയിലെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തതാണ്. കല്ലാർകുട്ടി ഡാമുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലെ ഏതാണ്ട് 3700-ഓളം പേര് വരുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധിയിലാണ്. വലിയ പ്രതിസന്ധിയിലാണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ നമ്മുടെ ചൊക്രമുടി നമ്മൾ 3 or 4 വട്ടം ചർച്ച ചെയ്തു. അത് ഒരു പരിഹാരമായിട്ടില്ല ഇപ്പോഴും. ഈ പ്രശ്നങ്ങൾ നീളുകയാണ്. ഒരു ഭാഗത്ത് കയ്യേറ്റം തുടരുന്നു, ഒരു ഭാഗത്ത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നു. ഇപ്പോൾ റെഗുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയിലാണ് ജനം ഇരിക്കുന്നത്, ഒത്തിരി പേര്. അതിപ്പോൾ ഈ തരത്തിൽ ഒരു വയലേഷനും നടക്കാത്ത ഭൂമിയിലാണ് റെഗുലറൈസേഷൻ അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ക്രമവൽക്കരണവും നടക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചട്ടം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 60 ദിവസത്തിനകം ഈ പറയുന്ന നമ്മുടെ റെഗുലറൈസേഷനുള്ള ഫീസ് അടയ്ക്കണം ട്രഷറിയിൽ. അതിനുശേഷം ബന്ധപ്പെട്ട എല്ലാ രേഖകളും, പട്ടയം, ബിൽഡിംഗ് പെർമിറ്റ്, അങ്ങനെയുള്ള കുറേ രേഖകളുടെ കാര്യം പറഞ്ഞു. ആ രേഖകളെല്ലാം കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കണം. കളക്ടർ ഇത് പരിശോധനയ്ക്ക് ശേഷം ഈ 13 ഐറ്റത്തിൽ ഏതെങ്കിലും ലംഘനമോ, ഇതിൽ ഈ ചട്ടത്തിൽ പറയാത്ത ഏതെങ്കിലും ഭൂനിയമത്തിൽപ്പെട്ട ലംഘനമോ ഉണ്ടെങ്കിൽ അപേക്ഷ നിരസിക്കും. ഈ അടച്ച ഫീസ് തിരിച്ചു കൊടുക്കൂല എന്നും പറഞ്ഞിട്ടുണ്ട്. അടച്ച പൈസ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പത്തികമായൊരു സ്രോതസ് കണ്ടെത്തുന്നത് ആ കാര്യത്തിൽ ഒരു ഭാഗത്ത് വിജയിക്കും. അതായത് എന്താണോ ഉദ്ദേശിച്ചത് ആ ഭാഗത്ത് വിജയിക്കുകയും എന്താണോ ഇവിടുത്തെ സാധാരണക്കാരൻ ഉദ്ദേശിച്ചത് ആ ഭാഗത്ത് പരാജയപ്പെടുകയും ചെയ്യുന്നത്. അതൊക്കെ ഒരു സാധ്യതയായിട്ട് നമുക്ക് കാണേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വീണ്ടും ജനം വിഡ്ഢികളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഈ റെഡ് സോൺ, ഗ്രീൻ സോൺ,
എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടല്ലോ അതെ മേഖലകൾ അതെ അല്ലേ? ആ മേഖലകളുടെ നിർമ്മിതികളെ സംബന്ധിച്ച് പൊതുജനം വല്ലാത്ത ആശങ്കയിലാണ്. അതെ, അങ്ങനെയുള്ള സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന റെഗുലറൈസ് ചെയ്യുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ലംഘനം ഉണ്ടെങ്കിൽ ഇവിടെ അപേക്ഷിക്കുക പോലും വേണ്ട. അപ്പൊ എന്ത് ചെയ്യും അപ്പൊ റെഡ് സോണിൽ എന്തെങ്കിലും നിർമ്മാണം ഉണ്ടെങ്കിൽ ഇതിന്റെ അപേക്ഷ ഫീസ് അടയ്ക്കാൻ പോകേണ്ട കാര്യമില്ല. ഇത്തരം 60 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കാത്ത ആളുകൾക്കും പിന്നെ അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അത് ശരി. അപേക്ഷിച്ച് ഇത് അപേക്ഷ നിരസിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഈ ഭൂമി ഏറ്റെടുത്ത് പാട്ടത്തിന് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിൽ പിന്നെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാലോ എങ്ങനെയെങ്കിലും അവർ ഒരുപക്ഷെ പരിഗണിച്ചാലോ എന്നൊക്കെ വിചാരിച്ച ആളുകൾ ആദ്യം ഫീസ് അടയ്ക്കാൻ സാധ്യതയുണ്ട്. വളരെ കുറച്ച് ആളുകളെ ഫീസ് അടയ്ക്കാൻ സാധ്യതയുള്ളൂ. അത് വലിയ തരത്തിലുള്ള ബിൽഡിങ്ങൾ 10,000 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ളവർ പിന്നെ റെഗുലൈസേഷന് പോകേണ്ട കാര്യമില്ല. അത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പം അല്ലാത്ത കുറേ ആളുകളൊക്കെ പോവും. പക്ഷെ സാധാരണ ജനങ്ങൾ പലരും ഇത് അറിഞ്ഞും കേട്ടൊക്കെ വരുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു 60 ദിവസം പോലും 60 ദിവസത്തിനുള്ളിൽ അവർക്കൊരു ഗ്രാഹ്യവും ഇതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. അല്ല, സാധാരണക്കാരന്നേരം ഇതിനകത്ത് ഒരുപക്ഷെ ഇത്തരം ഒരു കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പണിത് മുറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അല്ല, ഒരു കടമുറിയുള്ള ആൾ തൊട്ടടുത്ത് ചേർന്ന കടമുറി, ഇപ്പോൾ ഒരു ടൗൺഷിപ്പിൽ ഒരു 5 കടമുറി അടുത്തടുത്ത്, ചിലപ്പോൾ ആ കടമുറികൾ 5 പേരുടെ പേരിലായിരിക്കും. എങ്ങനെ ബിൽഡിംഗ് റൂൾ ആപ്ലിക്കബിൾ ആവും? റെഗുലറൈസേഷൻ ചെല്ലുമ്പോൾ ഓരോ മുറിയും സർവേ നമ്പർ അനുസരിച്ചും സെപ്പറേറ്റ് മുറികളായിട്ടല്ലേ കണക്കാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കഴിയുള്ളൂ. സെപ്പറേറ്റ് വ്യക്തികൾ അപേക്ഷിക്കണമല്ലോ. ഇത്തരം കാര്യങ്ങൾ ഈ സെറ്റ് ബാക്കുകൾ ഒക്കെ ഉണ്ടല്ലോ ഒരു ബിൽഡിംഗ് റൂളിൽ. പാർക്കിങ്ങിന്റെ പ്രശ്നം, 90 സ്ക്വയർ മീറ്ററിന് ഒരു പാർക്കിംഗ് വേണം കൊമേഴ്ഷ്യലിൽ. അപ്പോൾ ആ പാർക്കിങ്ങിന് കുറവുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ റെഗുലറൈസ് ചെയ്ത് തരും, ഒരു പാർക്കിംഗ് കുറവുണ്ടെങ്കിൽ. അപ്പോൾ അത്തരം നിയമങ്ങളൊക്കെ ഇങ്ങനെ വർഷങ്ങളാ മുമ്പ് പണിത കെട്ടിടങ്ങളിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവും? ഇതാര് ചട്ടം ഉണ്ടാക്കിയാലും അത്തരം കാര്യങ്ങളിലൊന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ഒരു തവണ ഇപ്പോൾ IASകാരുടെ വല്ല വിവാദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. IASകാർ മുഴുവൻ വിഭാഗീയമായി തിരികെയും ജാതീയമായ ചില ഗ്രൂപ്പ് ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന കാലമാണ്. വലിയ ആക്ഷനൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ റവന്യൂ വകുപ്പിന്റെ തലപ്പത്തുള്ള ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഞങ്ങൾ ഒരു സമയത്ത് കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചത്, ഇടുക്കിയിൽ ഈ നിയമം ഭേദഗതി ചെയ്താൽ, നിങ്ങൾ പറയും പോലെ ഈ നിയമ ഭേദഗതി ചെയ്താൽ ഇടുക്കി മുഴുവൻ കെട്ടിടമാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഒരു IAS ഉദ്യോഗസ്ഥനാണ്, ഈ റവന്യൂ വകുപ്പിൻ്റെ തലപ്പത്തുമായിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, സാറേ അങ്ങനെ ആരെങ്കിലും കെട്ടിടം പണിയുമെന്ന് ചോദിച്ചു. ഇടുക്കി ജില്ലയിലെ കാർഷിക ഭൂമിയിൽ മുഴുവൻ കെട്ടിടം പണിയും. സാർ എന്തും മണ്ടത്തരമായി പറയും. നെല്ല് മുളയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ മരം മുളയ്ക്കുന്ന പോലെ മുളച്ചു വരുന്ന സാധനമൊന്നും അല്ലോ കെട്ടിടം. കെട്ടിടം അങ്ങനെ വിതയ്ക്കാൻ പറ്റുന്നതല്ലോ, വിതച്ച് മുളപ്പിക്കാൻ പറ്റുന്നതല്ലോ. കെട്ടിടം പണിയണമെങ്കിൽ അവിടെ അനുയോജ്യമായ അതിനൊരു റെമ്യൂണറേഷൻ തിരിച്ചും കൂടി കിട്ടണം. കാരണം ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 15 രൂപയെങ്കിലും വാടക കിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരാൾ പോയി ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയില്ല. ഇന്നത്തെ ഭൂമിയുടെ വില, കെട്ടിട നിർമ്മാണത്തിന് വരുന്ന എക്സ്പെൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ തിരിച്ചൊരു പ്രതിഫലം കിട്ടാത്ത ഒരു സ്ഥലത്ത് 5 രൂപ പോലും സ്ക്വയർ ഫീറ്റിന് ഒരു വാടകയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ആരെങ്കിലും കെട്ടിടം പണിയോ? ഒന്നെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഒരു കെട്ടിടം പണിയാം, അല്ലെങ്കിൽ പിന്നീട് ഒരു ടൗൺഷിപ്പ് അല്ലാതെ കിടക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഒക്കെ വരുമ്പോൾ അവിടെ ഒരു ടൗൺഷിപ്പ് രൂപപ്പെടാം. അന്നേരം അവിടെ ഒരു കെട്ടിടം പണിയാം. അങ്ങനെ ആ നാടിന്റെ വികസനം ഉണ്ടാവുന്ന അവസരത്തിലല്ലേ അവിടെ ഒരു കെട്ടിടം പണി, ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയേണ്ട ആവശ്യമുള്ളൂ എന്ന് ഞങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മറുപടിയില്ല. ഇതാണ് നമ്മുടെ IAS ഉദ്യോഗസ്ഥരുടെ കാഴ്ചപ്പാട്. വെറുതെ അങ്ങ് പറഞ്ഞേക്കുകയാണ്. കാരണം വെച്ചാൽ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ചില മുൻധാരണകളുണ്ട്. ആ ധാരണകൾ വെച്ചിട്ടാണ് ഇടുക്കിയിലെ ഹരിതഭൂമി മുഴുവൻ കോൺക്രീറ്റ് വനങ്ങളായി മാറും എന്ന ഒരു സങ്കല്പം അവരുടെ മനസ്സ് വെച്ചിട്ടാണ് അവർ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. സത്യത്തിൽ എന്താണ് ഇടുക്കിയിലെ ജനം എന്താണ്, അവരെങ്ങനെ ഇവിടെ കുടിയേറിയതാണ്, അവരെങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്, ഇവരുടെ മുൻ തലമുറ എങ്ങനെയാണ്, ഏത് ക്ലേശ ദൈന്യതയിലൂടെയാണ് കടന്നുപോയത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് വലിയ കാഴ്ചപ്പാടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ഭേദഗതി ഈ മട്ടിൽ അവതരിപ്പിക്കപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ സംഘടനയുടെ നിലപാട്? നമ്മളിത് ഇവിടെ ഇടുക്കിയിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിക്കും, പരമാവധി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കും. പല സംഘടനാ നേതൃത്വത്തെയും മതസംഘടനകളെയും എല്ലാം ഞങ്ങൾ ഈ വിഷയത്തിൽ ബോധവൽക്കരിക്കാൻ ശ്രമിക്കും. ഏത് സംഘടനയാണെങ്കിലും ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് സമരരംഗത്തേക്ക് വരുന്നതിനും ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനെ എതിർക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോകും? നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ കൂടുതൽ മുതിർന്ന അഭിഭാഷകരെ സമീപിച്ച് ഇതിൻ്റെ അകത്ത് ഉള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിനും ഇതിന് ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് റദ്ദ് ചെയ്യിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ഉണ്ടാവും.
ഇടുക്കിയിലെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ ആ കാര്യം പറഞ്ഞ് സമീപിക്കും. കാരണം നമുക്ക് സുപ്രീം കോടതിയിലൊക്കെ കേസ് നടത്തണമെങ്കിൽ വലിയ തുക ചിലവാകും. ഒരു സിറ്റിങ്ങിന് 10 ലക്ഷവും 25 ലക്ഷമൊക്കെ വാങ്ങുന്ന 50 ലക്ഷമൊക്കെ വാങ്ങുന്ന അഭിഭാഷകരാണെന്നുള്ളത്. ആ പൈസ ഞങ്ങൾ ഇവിടെ ബക്കറ്റ് പിരിവിലൂടെ കൃഷിക്കാരൻ്റെ വീട്ടിൽ പോയി വാങ്ങിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. എന്നാലും നിങ്ങൾ അവസാന അറ്റം വരെ പോകും. നിങ്ങൾ പോകും. തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് സർ. കാരണം വെച്ചാൽ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഏറെയൊന്നും ഇവർ ഈ കാര്യത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, ഇങ്ങനെ ഒരു ഗുരുതരാവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും. പക്ഷേ ഇതാണ് ഈ ഭരണകർത്താക്കളുടെയും മറ്റ് നിയമ നിർമ്മാതാക്കളുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ബോധവാന്മാരല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകണം. ഈ നിയമ ഭേദഗതിയിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജനം. ഇവിടുത്തെ ജനം മുഴുവൻ ഒട്ടേറെ പ്രതീക്ഷയിലാണ്. അപ്പോഴാണ് ഒരു ഡിത്തി പോലെ അല്ലെങ്കിൽ ഒരു അശനിപാതം പോലെ അത് വീണ്ടും വന്ന് ഭവിക്കാൻ പോകുന്നു. അത് ശരിയാണെന്ന് നമുക്ക് നിർബന്ധമില്ല, നമ്മളിപ്പോഴും വിശ്വസിക്കുന്നില്ല കേട്ടോ. അത് ജനങ്ങൾക്ക് അനുകൂലമായ ഒരു ഭൂപതിവ് ചട്ട നിർമ്മാണമായി മാറുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളൊരു വലിയ സമ്മേളനം ഇന്ന് വിളിച്ചു കൂട്ടിയിരുന്നു എന്നറിഞ്ഞു. എങ്ങനെയാണ് അത് എന്ത് തീരുമാനമാണ് എടുത്തത്? അതിൽ ആണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്, ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാമൂഹ്യ സംഘടനകളെയും രാഷ്ട്രീയ സംഘടനകളെയും അതുപോലെ മതസംഘടനകളെയും ഇതിൻ്റെ ഭവിഷ്യത്ത് ബോധ്യപ്പെടുത്തുവാനാണ് ഞങ്ങൾ ആദ്യമായി ശ്രമിക്കുന്നത്. ഈ ചട്ടം രൂപീകരിക്കുന്നതിന്, അത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അത്തരം ചട്ടത്തിൽ അപാകതകളുണ്ടെങ്കിൽ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും അത് ബോധ്യപ്പെടുത്തും. ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും കണ്ട് ഇവിടെ ജനങ്ങൾ ഇത്തരം ഒരു ചട്ടമുണ്ടായാൽ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും എന്ന് ബോധ്യപ്പെടുത്താൻ അവരെ കൂടി ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ജനം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പക്ഷെ അതല്ലല്ലോ കാഴ്ചപ്പാട്. കാരണം പല പല സമ്മേളനങ്ങൾ, പല പല കരാറുകൾ, ഈ കരാറുകളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ചില നിഗൂഢ താല്പര്യങ്ങൾ, മറ്റ് വിദേശ രാജ്യങ്ങളുടെ, വികസിത രാജ്യങ്ങളുടെയൊക്കെ ചില ഇടപെടലുകൾ, പശ്ചിമഘട്ട സംരക്ഷിക്കപ്പെടണമെന്ന അത് പൈതൃക സ്വത്തായി പ്രഖ്യാപിച്ച് കാർബൺ ഫണ്ടുകളുടെ ഏർപ്പാടുകൾ, ഇതൊക്കെ ഇടുക്കി ജില്ലയെ ഒരു പൂർണ്ണ വനമുള്ള പ്രദേശമാക്കി മാറ്റുകയും ജനങ്ങളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ ചില ലക്ഷ്യങ്ങളാവാം. ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണത്. 2009-11 വർഷങ്ങളിൽ ജയറാം രമേശായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി. അന്ന് അദ്ദേഹം തുടങ്ങിവെച്ച ചില കാര്യങ്ങൾ, അതിൻ്റെ പിന്തുടർച്ച അന്ന് ഇവിടെ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ ബിനോയ് വിശ്വമായിരുന്നു വനം വകുപ്പ് മന്ത്രി. അന്ന് തുടങ്ങിവെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും. തീർച്ചയായിട്ടും അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിപ്പോൾ കാലാകാലങ്ങളിൽ ഒരു ഗവൺമെൻറ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല. ഈ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾക്ക് ഇങ്ങനെ വരുന്ന ഗവൺമെൻറ്റിനും ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ കഴിയും. കാരണം അത് മേൽ കരാർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. എന്നാലും നമുക്ക് ചെറുത്ത് നിൽക്കാം, നമുക്ക് പ്രതിരോധിക്കാം. തീർച്ചയായിട്ടും അതിജീവന പോരാട്ട വേദി, അതുപോലെ വൺ എർത്ത് വൺ ലൈഫ് സംഘടനകൾ, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് ഇവിടുത്തെ വൺ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഘടന ഈ പരിസ്ഥിതി സംഘടനയായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൃഷിക്കാർക്കും സാധാരണ ജനങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് തൃശ്ശൂരുള്ള ഒരു സംഘടനയാണ്. അതിന് ബദലായി നമ്മൾ ഇവിടെ ഒരു വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറഞ്ഞ സംഘടന ഇടുക്കിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, തീർച്ചയായിട്ടും സൂചിപ്പിച്ചത്. അപ്പോൾ കാരണം ആ സംഘടനയ്ക്ക് അവർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സമർപ്പിച്ചിരിക്കുന്ന കേസിൽ അവരുടെ അഡ്രസ്സ് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ആ തൃശ്ശൂർ രജിസ്റ്റർ ഓഫീസിൽ ഞങ്ങൾ വിവരാവകാശം വെച്ച് ഇവരുടെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ അനുസരിച്ച് തൃശ്ശൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഇല്ല എന്ന് രജിസ്ട്രാർ വിവരാവകാശം വെച്ച് ഞങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. ഓക്കെ സാർ, സമയത്തിൻ്റെ കുറവുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ വളരെയേറെ നന്ദിയുണ്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തുകയും ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് സംവദിക്കുകയും ചെയ്യുന്നതിന്. ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഏറെയും ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത്. കെട്ടിട റെഗുലറൈസേഷൻ എന്ന പേരിൽ നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ പൂർത്തിയാക്കപ്പെടുകയും ഒപ്പം തന്നെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ വളരെ പോസിറ്റീവായി ഈ ചട്ടഭേദഗതി നടക്കുമെന്നും അത് ജനങ്ങളിലേക്ക് എത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.